ജൂൺ 25 ബുധനാഴ്ച. മത്തായി 7:15 മുതൽ 20 വരെ വാക്യങ്ങൾ. കഴിഞ്ഞൊരു ദിവസം എനിക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും ഒരു കോൾ ലഭിച്ചു. വിളിച്ച ആൾ താൻ ഫാദർ ജോൺ ആണ് എന്ന് സ്വയം പരിചയപ്പെടുത്തി. ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ അദ്ദേഹം ആരംഭിച്ച ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചേരാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഗ്രൂപ്പിൽ ചേരുന്നതിന് എൻ്റെ ഫോണിൽ ദൃശ്യമാകുന്ന ഒരു OTP ടൈപ്പ് ചെയ്യാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഒരു തട്ടിപ്പാണ് എന്ന്. സൈബർ കുറ്റവാളികൾ ഇൻ്റർനെറ്റ് തട്ടിപ്പ് നടത്താൻ വിവിധ ആക്രമണ വെക്ടറുകളും തന്ത്രങ്ങളും ഉപയോഗിക്കുന്നു. ഇതിൽ മാൽവെയർ പ്രചരിപ്പിക്കുന്നതിന് ക്ഷുദ്ര സോഫ്റ്റ്വെയർ, ഇമെയിൽ, തൽക്ഷണ സന്ദേശമയക്കൽ സേവനങ്ങൾ ഇവ വഴി ഉപയോക്തൃ ഡാറ്റ മോഷ്ടിക്കുന്ന സ്പൂഫ് ചെയ്ത വെബ്സൈറ്റുകൾ, വിപുലമായ വ്യാപകമായ ഫിഷിംഗ് തട്ടിപ്പുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇമെയിൽ ഫിഷിംഗ് സ്കാം ആക്രമണകാരികൾ പലപ്പോഴും അവരുടെ ഇരകളിൽ നിന്ന് അടിയന്തരാവസ്ഥയുടെ ആവശ്യകത പ്രകടിപ്പിക്കും. അവരുടെ ഓൺലൈൻ അക്കൗണ്ടോ ക്രെഡിറ്റ് കാർഡോ അപകടത്തിലാണെന്നും പ്രശ്നം പരിഹരിക്കാൻ ഉടൻ ലോഗിൻ ചെയ്യണമെന്നും അവരോട് പറയും. ഇന്നത്തെ സുവിശേഷത്തിലെ യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ നിർദ്ദേശിക്കുന്നു: കള്ള പ്രവാചകന്മാരെ സൂക്ഷിക്കുക. അവർ ആടുകളുടെ വേഷം ധരിച്ച് അകമേ നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്ന ചെന്നായ്ക്കളാണ്. അവരുടെ ഉദ്ദേശങ്ങളും പ്രവൃത്തികളും കൊണ്ട് അവർ ചെന്നായ്ക്കളാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. പിന്നെ യേശു വ്യത്യസ്തമായ ഒരു ചിത്രം ഉപയോഗിക്കുന്നു. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ അത്തിപ്പഴമോ ഏതെങ്കിലും പഴമോ ആർക്കും ലഭിക്കില്ലെന്ന് അവൻ നമ്മോട് പറയുന്നു. യേശു വീണ്ടും പറയുന്നു: കള്ളപ്രവാചകന്മാരെ അവരുടെ പ്രവൃത്തികളാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഓരോ കർഷകനും തൻ്റെ മരങ്ങൾ ഫലം കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളവെടുപ്പ് സമയം വരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന വലിയ നിരാശ ഒന്ന് സങ്കല്പിക്കുക. ചില മരങ്ങൾ ഫലം കായ്ക്കാത്തതിനാൽ അയാൾക്ക് തൻ്റെ നിക്ഷേപം തിരിച്ചു പിടിക്കാൻ പോലും കഴിയില്ല. ദൈവത്തിൻ്റെ കാര്യത്തിലും ഇതുതന്നെ സത്യമാണ്. അവൻ്റെ വാക്കുകൾ വിത്തുകളാണ്. ആ വാക്കുകൾ കേൾക്കുന്നവരിൽ നല്ല ഫലം ഉണ്ടാകുമെന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു. തൻ്റെ മക്കൾ ഫലം കായ്ക്കുക മാത്രമല്ല, നല്ല ഫലം കായ്ക്കണമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നു. കയ്പും ഭിന്നതയും പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം സമാധാനവും ഐക്യവും പ്രോത്സാഹിപ്പിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളാണ് നാം ജീവിക്കുക. നല്ല ഫലം കായ്ക്കുക എന്നതിനർത്ഥം ദൈവത്തോടുള്ള ഉടമ്പടിയോടുള്ള നമ്മുടെ പ്രതിബദ്ധത ആണ്. പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉടമ്പടിയോടുള്ള നമ്മുടെ പ്രതിബദ്ധത പുതുക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.